ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം കർത്താവ് വേറെ 72 പേരെ നിയമിച്ചു. താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും 2 പേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു. ഈശോ അവരോട് പറഞ്ഞു, വിളവ് അധികം, വേലക്കാര് ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കണം, ഈ വീടിന് സമാധാനം. സമാധാനത്തിന് പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവർ തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. എന്നാൽ വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പുറത്ത് തെരുവിലേക്ക് ഇറങ്ങി പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ആ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ബിസിനസ് രംഗത്ത് പറയാനുള്ളൊരു ടെർമിനോളജി ഉണ്ട്. അതായത് എല്ലാ കമ്പനികൾക്കും ഒരു സക്സഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അത് ഉണ്ടായില്ലെങ്കിൽ അത് കുറേ കഴിയുമ്പം അസ്തമിച്ചു പോകും. ഇപ്പം നമ്മൾ ചില എയർലൈൻസിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ആ സക്സഷൻ പ്ലാൻ വിജയപ്രദമാകണം എന്ന് വരികിൽ അതിൻ്റെ ലെഗസി അത് നിലനിർത്തണം. അങ്ങനെ നിലനിർത്തുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. അതായത് ക്രിസ്തുനാഥൻ തൻ്റെ 3 വർഷത്തിനും അധികം വരുന്ന ഒരു പരസ്യ ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് അത് താൻ പെട്ടെന്ന് ഉദിച്ച് 3 കൊല്ലം കഴിയുമ്പോൾ അസ്തമിക്കേണ്ട ഒന്നല്ല, മറിച്ച് പിതാവായ ദൈവം തന്നിലൂടെ പൂർത്തിയാക്കുന്ന ആ രക്ഷാകര പദ്ധതി രണ്ടാമത്തെ ആഗമനം വരെ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു സംവിധാനം ഒരുക്കുകയാണ്. അതിൽ 12 അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ കൂടെ നടന്ന് പരിശീലിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 72 പേരെ ശിഷ്യന്മാരായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്. അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവരെ 2 പേരെ വീതം പല ഗ്രാമങ്ങളിലേക്ക് ഈശോയ്ക്ക് മുന്നോടിയായിട്ട് അയച്ച് അവർക്ക് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഈശോ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം നമ്മളുടെ കാരണവന്മാരും സഭാപിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഒക്കെ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു സെക്ഷൻ പ്ലാനിന്റെ ഫലമായിട്ടാണ് നമുക്ക് കത്തോലിക്ക വിശ്വാസമുള്ളത്. നമുക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ കിട്ടാൻ ഇടയായി തീർന്നത്, നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയും ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സക്സഷൻ പ്ലാൻ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തോടുകൂടി എൻ്റെ മക്കളുടെ വിശ്വാസം ഇല്ലാതായി പോകരുത്. അവരുടെ ധാർമ്മികത, എനിക്ക് കിട്ടിയിരിക്കുന്ന 2000 വർഷമായിട്ട് കിട്ടിയിരിക്കുന്ന പാരമ്പര്യങ്ങളോട് എനിക്ക് ലഭിച്ച ആ വിശ്വാസവും ധാർമ്മികതയും മൂല്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വേറെ രാജ്യത്ത് വരുമ്പോൾ അതിനുള്ള സാധ്യത കൂടുകയാണ്. ഇനി ഈ 72 ശിഷ്യന്മാരെ എന്തുകൊണ്ട് ഈശോ തിരഞ്ഞെടുത്തു? 12 പേരെ തിരഞ്ഞെടുത്തത് 12 ഗോത്രങ്ങളുണ്ടായിരുന്നു, ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, എന്നാൽ നവീകരിക്കപ്പെട്ട ഒന്നാണ്. ഗോത്രങ്ങൾ 12 അല്ലെങ്കിലും ഈശോ 12 പേരെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ 72നും ബിബ്ലിക്കലായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ നോഹയുടെ വംശപരമ്പരകളിൽ നിന്ന് 72 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ആദാമിന്റെയും ഹവ്വായുടെയും ശേഷം എല്ലാത്തിനെയും ഒന്ന് ക്രോഡീകരിച്ച് പാപികളായിട്ടുള്ളവരെ മുഴുവൻ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നശിപ്പിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നോഹയുടെ 8 പേരടങ്ങുന്ന കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോയി. അങ്ങനെ നോഹയുടെ ആ 3 ആൺമക്കളിലൂടെ ഉണ്ടായ സന്താന പരമ്പരകളാണ് ഈ 72 ഗോത്രങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ. അത്
ജാഫത്തിൽ നിന്ന് 15, ഹാമിന്റെ നിന്ന് 30, ഷെമിൽ നിന്ന് 27. അങ്ങനെയാണ് അതുണ്ടായത്. പിന്നീട് അവരുടെ സന്താന പരമ്പരകൾ പിന്നീട് ബാബേൽ ഗോപുരം പണിത് ദൈവത്തിനെതിരായി മത്സരിച്ചപ്പോൾ ദൈവം ആ നഗരം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെ 72 പ്രദേശങ്ങളിലേക്ക് അവരെ ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ 72 ഭാഷകൾ, 72 രാജ്യങ്ങൾ ഉടലെടുക്കുകയാണ്. ഇനി ഇസ്രായേൽ ജനം ഗോഷൻ എന്ന് പറയുന്ന ഈജിപ്തിലെ സ്ഥലത്തേക്ക് യാക്കോബിന്റെ മക്കൾ കൂടി കുടിയേറുന്ന കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതും 72 ആയിരുന്നു. ഇനി മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ പല കമ്പനികളുമായിട്ട് മോശയുടെ അടുത്ത് വരുന്ന മോശയ്ക്ക് എല്ലാവരെയും ഡീൽ ചെയ്യാൻ പറ്റിയ വലിയൊരു ജനാവലിയാണ്. അങ്ങനെ വരുമ്പോൾ മോശയ്ക്ക് ഒരു നേതൃത്വത്തിന്റെ പാഠം പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനായിരുന്ന ജെത്രോയാണ്. ജെത്രോ എന്ന് പറയുന്നത് അതിന്റെ യൂദർകളിൽ ഒരു പുരോഹിതനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രാക്ടിക്കലാണ്, നീ ഇതിന്റെ എല്ലാവരും ഭാരം എടുക്കേണ്ട. ഈ 12 ഗോത്രങ്ങളുണ്ടല്ലോ, അപ്പൊ ഓരോ ഗോത്രത്തിന്റെ 6 പേരെ വീതം സമുദായ പ്രമുഖന്മാരായി തിരഞ്ഞെടുക്കുകയും ആ ലോവർ കോർട്ടായിട്ട് അവർ കാര്യങ്ങൾ വിചാരണ ചെയ്യട്ടെ. അതിനുശേഷം അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തത് മാത്രം നിന്റെ അടുക്കലേക്ക് വരികയും ചെയ്യട്ടെ. അങ്ങനെ 12 ഗോത്രത്തിൽ നിന്ന് 6 പേര് വീതം വരുമ്പോൾ 72 പേരായി. അപ്പൊ അത് ദൈവം സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് സാങ്കേതിക സംഘം എന്ന് പറയുന്ന അവരുടെ വലിയ നിയമനിർമ്മാണ സഭയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ വിചാരണ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള സാങ്കേതിക സംഘത്തിലെ അംഗങ്ങളും 72 പേരായിരുന്നു. അതുകൊണ്ടാണ് ഈശോയും ആ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ 72 പേരെ തിരഞ്ഞെടുത്ത് 2 പേരെ വീതം പരിശീലനത്തിന് നയിക്കുന്നു. സഭാ പാരമ്പര്യം അനുസരിച്ച് ആ 72 പേരും നത്രാന്മാരായി തീർന്നു. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന സഭയെ അനുസരിക്കുന്ന കൽദായിയുണ്ട്. അത് പൗരസ്ത്യ സഭകളിലെ കൽദായ സഭയുടെ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സിറോ മലബാർ സഭയുടെ ആദ്യത്തെ നത്രാനായിരുന്നു തോമസ് വിഹാരിയും ഈശോയുടെ ശിഷ്യനായിരുന്ന കൽദായിയുടെ അദ്ദേഹം ഈ 72 പേരിൽപ്പെട്ട ഒരാളാണ്. ഇനി അവരെ 2 പേരായിട്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 പേരായിട്ടായിരിക്കുന്നത്? ആദ്യത്തെ ട്രെയിനിങ്ങിൽ ഒറ്റയ്ക്കല്ല വിടുക. അതിന് കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ 2 പേരെ വീതം തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിക്കുന്നു. ഒരു കൊച്ചിനെ ജന്മം നൽകാനോ ആ കൊച്ചിനെ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കുവാനോ ഉള്ള ഉത്തരവാദിത്വം സിംഗിൾ പേരന്റിനല്ല ദൈവം നൽകിയത്, മറിച്ച് ഒരു പുരുഷനും സ്ത്രീയുമാണ്. അവരെ ഉടമ്പടികളെ യോജിപ്പിക്കുകയും ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയിലൂടെ അവരെ യോജിപ്പിച്ച് നമ്മുടെ അപ്പനും അമ്മയുടെ കൂടിയാണ് നമ്മളെ വളർത്തിയത്. അതായത് അപ്പനും അമ്മയും വേർതിരിഞ്ഞിട്ട് അമ്മ വളർത്തുന്നതോ അപ്പം വളർത്തുന്നതോ അല്ല നമ്മളായാലും. അതാണ് ദൈവത്തിന്റെ സംവിധാനം. അതുപോലെ തന്നെ നോഹയുടെ പേടകത്തിലേക്ക് ആണും പെണ്ണുമായിട്ടുള്ള മൃഗങ്ങളെയാണ് 2 വീതം അതിലേക്ക് പ്രവേശിപ്പിക്കുക. ഫറവോന്റെ അടുക്കലേക്ക് ദൈവം അയക്കുന്നത് മോശയും അഹറോനും കൂടിയാണ്. കാരണം മോശയ്ക്കില്ലാത്ത ചില കഴിവ് അഹറോനുണ്ട്, അഹറോനില്ലാത്ത ചില കഴിവ് മോശയ്ക്കുണ്ട്. അപ്പൊ മോശയാണ് നേതാവെങ്കിലും അവർ മിക്കനായതുകൊണ്ട് സംസാര ചാതുര്യമുള്ള അഹറോനെ കൂടി അവർ 2 പേരായിട്ടാണ് അവർ ഇപ്പോഴും പോവുക. അപ്പോൾ തന്നെ യോഹന്നാൻ മാന്താന കർത്താവിന്റെ അടുക്കിലേക്ക് അയക്കുന്നത് 2 പേരെയാണ്. അപ്പോൾ തന്നെ സഹോദരങ്ങളായിട്ടുള്ളവരാണ് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. അതുപോലെ തന്നെ പത്രോസിനെയും യോഹന്നാനെയുമാണ് ഓശാനയ്ക്ക് ഒരു കഴുതയെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കുന്നത്, പെസഹ ഒരുക്കാനായിട്ട് പറഞ്ഞയക്കുന്നത്. ഇങ്ങനെ 2 പേരടങ്ങുന്ന ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഈശോ അവരെ മുൻകൂട്ടി അയക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ അപ്പോഴേക്കും പോപ്പുലറായി, കാരണം അത്ഭുതങ്ങൾ ഈശോയുടെ വചനം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അവിടെ ആ അധികാരം ഈശോ ഷെയർ ചെയ്യാം. നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തണം, നിങ്ങൾ അവരോട് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇവിടെ വിളവ് ധാരാളമുണ്ട്. പക്ഷെ കാരണം വിളവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ സമയത്ത് കൊയ്തെടുത്തില്ലെങ്കിൽ ആ വിളവ് നഷ്ടപ്പെട്ടു പോകും. കൊയ്ത്തുകാലമായാൽ പെട്ടെന്ന് കൂടുതൽ പണിക്കാരെ വെച്ച് കൊയ്ത്തുകാരെ വെച്ച് നമ്മൾ കൊയ്തെടുക്കും എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, തിരക്കുള്ള സമയമാണ്, എത്രയും വേഗം ധാരാളം ആളുകൾ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കണം കൂടുതൽ വേലക്കാരെ അയക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ദൈവത്തിന്റെ വചനം കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, മിഷൻ രംഗങ്ങളിലുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കണം. അപ്പോൾ നമ്മുടെ മതാധ്യാപകർ ആ രംഗത്താണ് പ്രവർത്തിക്കുക. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് സഭയിലെ ആ പ്രവർത്തനങ്ങളിലാണ് വ്യാപൃതരാവുക. മിഷണറിമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രവർത്തനത്തിലാണ് വ്യാപൃതരാവുക.
ഉണ്ടെങ്കിലും അവിടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ധാരാളം ആളുകളെ ആവശ്യമുണ്ട്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈശോ പറയുന്ന വളരെ ശ്രദ്ധാർഹമായ ചില കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ അയക്കുന്നത്, ഈശോയുടെ കാലത്ത് തന്നെ ഈശോ ഈ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും അയക്കുന്നവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ്. കാരണം നിങ്ങൾ നിഷ്കളങ്കരാണ്, എന്നെ മനുഷ്യനെ കിട്ടിയ പ്രതികാരം ചെയ്യാത്ത, ആരോട് വഴക്കുണ്ടാക്കാത്ത സാധാരണ കുഞ്ഞാടുകളെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരുടെ അടുക്കലേക്കാണ് പോവുക? അവരുടെ ഇടയിൽ ചെന്നായ്ക്കൾ ഉണ്ടാവും. ചെന്നായ്ക്കളുടെ സ്വഭാവം നമുക്കറിയാം, അവരെ മെരുക്കാനായിട്ട് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അത് അന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്തെ കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുമാണ് പറയുക. കാരണം ഏത് ഇടവകയിലാണെങ്കിലും ഏത് രൂപതയിലാണെങ്കിലും കുഞ്ഞാടുകളും കാണും, ചെന്നായ്ക്കളും കാണും. അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം. കാരണം ഇത് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരും വിശുദ്ധ പ്രവർത്തനത്തിൽ പോകാതിരിക്കരുത്, അച്ഛനാകാൻ പോകാതിരിക്കരുത്. പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ സാധാരണഗതിയിൽ ഞങ്ങളുടെ ആശ്വാസം കണ്ടെത്തുന്നത് ഇത് എന്നെ അയച്ചത് ഈശോയാണ്. ഈശോയോടാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഈശോയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഞങ്ങളെ നന്നായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഈശോയുടെ കഴിവുകൊണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം കിട്ടി. അപ്പം ആരുടെ കഴിവാണ്? അച്ഛൻ്റെ ഒരു കഴിവുമല്ല, ഈശോയുടെ കഴിവാണ്. അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് വേണം അതിന്റെ മഹത്വം കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ സ്തുതിയും മഹത്വവും കിട്ടിയാൽ അത് ഈശോയ്ക്കുള്ളതാണ്. തെറിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അക്രമം കിട്ടിയാൽ അതും ഈശോ മിശിഹായ്ക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഈ ചെന്നായ്ക്കളാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈശോ പറയുകയാണ്, നിങ്ങൾ പണസഞ്ചിയോ നിങ്ങൾ ഒരുപാട് ഉടുപ്പോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുത്, ചെരുപ്പൊന്നും കൊണ്ടുപോകണ്ട. കാരണം നിങ്ങൾ ചെല്ലുന്നത് നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ കഴിച്ച പിള്ളേര് മിഷനൊക്കെ പോയപ്പോൾ അവരെന്തെങ്കിലും കരുതിയാണ് കൂടെ പോകുന്നത്, ഒന്നുമില്ല. പക്ഷേ അവർക്ക് വേണ്ടത് ഒന്നെങ്കിൽ അവരുടെ ഗുണഭോക്താക്കൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ കൊടുക്കണം. കാരണം അല്ലാതെ വീട്ടിലെ സമ്പത്ത് കൊണ്ടുപോയല്ല ആരും പ്രവർത്തനം ചെയ്യുക, അല്ലെങ്കിൽ അവർ മറ്റു ജോലി ചെയ്തല്ല. അവരുടെ സേവനം ലഭിക്കുന്ന ആൾക്കാർക്ക് ആ ആളുകൾ തന്നെ നിങ്ങൾക്ക് തരുന്ന വീട്ടിൽ താമസിക്കുക, നിങ്ങൾക്ക് തരുന്ന ആഹാരം കഴിക്കുക, ഇതൊക്കെയാണ് ഈശോ പറയുക. പക്ഷേ അവർ കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, സമാധാനം. അതായത് ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ആശംസിക്കുക. നമുക്കറിയാം, കുർബാന മധ്യയിൽ മറ്റു പ്രാർത്ഥനകളിലും ഒക്കെ സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങനെ ആത്മാവോടും കൂടി. അപ്പൊ സമാധാനമാണ് ഈശോ വഴിയായിട്ട് ആശംസിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ചിലപ്പോൾ ആൾക്കാർ തിരസ്കരിക്കും, അങ്ങനെ നിങ്ങളെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോഴും നിങ്ങൾ അവരോട് പറയണം, ദൈവത്തിന്റെ രാജ്യം സമീപസ്ഥമായിരിക്കുന്നു, ഞങ്ങളെ തിരസ്കരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാദരക്ഷയിലെ അല്ലെങ്കിൽ ചെരുപ്പിലെ പൊടി പോലും നിങ്ങൾക്കെതിരായി തട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. കാരണം നിങ്ങളുടെ അവസ്ഥ സൊദോമിലെ ആളുകളെക്കാളും കഷ്ടമായിരിക്കും കർത്താവിന്റെ അന്ത്യ വിധിനാളിൽ. അതായത് സൊദോമിലെ ആളുകൾ എന്താ പറ്റിയത്? അവരോട് ആരും വചനം പ്രസംഗിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പാപത്തിൽ അവർ മുഴുകി. രണ്ടുപേര് ദൈവത്തിന്റെ പ്രതിനിധികൾ അവിടെ ചെന്നപ്പോൾ അവരുമായിട്ട് പോലും ലൈംഗികമായി പാപം ചെയ്യുവാനായിട്ടാണ് പ്രേരിപ്പിച്ചത് ലോകത്തിന്റെ വിഭാഗത്തിൽ ചെന്നപ്പോൾ. അപ്പം അവരെ വിചാരിച്ചു ഞങ്ങൾ ചെയ്യുന്ന സ്വവർഗരീതിയൊക്കെ ന്യായീകരിക്കത്തക്കതാണെന്നുള്ള ബോധ്യത്തിലാണ് അവർ ജീവിക്കുക. ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ സ്വതമായിരിക്കും ഇതിനേക്കാൾ ദൈവസന്നിധിയിൽ ന്യായീകരിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു മിഷൻ ദൗത്യമുണ്ട്. നമ്മുടെ വരും തലമുറകളിലേക്ക് ഈശോയുടെ വിശ്വാസം പകർന്നു കൊടുക്കുവാനും നമുക്ക് എങ്ങനെ വിശ്വാസ പൈതൃകം ധാർമ്മികതയൊക്കെ നിലനിർത്തിയോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പരിപാലിക്കുക, ദൈവവിളിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അച്ഛന്മാരെയും അല്ലെങ്കിൽ മെത്രാന്മാരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന് പേര് നിങ്ങളുടെ മക്കളെ ആരും അച്ഛനാക്കാൻ വിടാതിരിക്കരുത്. കാരണം അവർക്ക് അച്ഛനാകട്ടെ, അവർ സഹിക്കട്ടെ, ആരെ പ്രതി? ഈശോയെ പ്രതി. അപ്പൊ അതിന് സമ്മാനം ദൈവം കൊടുത്തോളൂ. അവരെ പീഡിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷാവിധി എന്താണെന്ന് ദൈവം തീരുമാനിച്ചോളൂ. അത് അച്ഛന്മാരല്ല തീരുമാനിക്കുന്നത്, മെത്രാന്മാരല്ല തീരുമാനിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ആ പരിപാലനയിൽ ആശ്രയിച്ചാണ് പോവുക. അതായത് അവര് അവിടെ പോയാൽ അവർക്ക് വേണ്ടത് ദൈവം വേണ്ട നല്ല മനുഷ്യരിലൂടെ അത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മറ്റുള്ളവർക്ക് നമ്മൾ സമാധാനം നൽകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട്, നമ്മുടെ വാക്കുകൾ വഴിയായിട്ട് ദൈവം നമുക്ക് തരുന്ന ആ പരിപാലനയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ ചഞ്ചലിതരാകരുത്. ഇപ്പൊ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ
തോന്നും. നമ്മുടെ വിശ്വാസത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും രണ്ടെണ്ണാക്കിയാൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. കാരണം വിശ്വാസം നഷ്ടപ്പെടുകയാണ്, വേറെ വിശ്വാസത്തിലേക്ക് പോകുന്നു. അപ്പം സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, അമേരിക്കയിലാണ്, എല്ലാം കുറവ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ചില ഭൗതികമായ നേട്ടങ്ങൾ മാത്രം പോരാ, ആത്മീയമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ യോസേപ്പ് പിതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.